വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് പ്ലാൻ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഒരു വ്ളോഗൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചേക്കുന്നത്. പക്ഷേ മഴ ചതിക്കുന്നുണ്ട് ഞങ്ങളതിനെ. 7:45 7:50 ആയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ അടുത്തുള്ള അമ്പലത്തിക്കല്ല, കുറച്ച് ലോങ് ആണ്. കുറച്ച് ലോങ് വെച്ചാൽ വല്ലാണ്ടൊന്നല്ല, പട്ടാമ്പി സൈഡ് ഞാങ്ങാറ്റിരി എന്ന് പറയും, തേജുവിൻ്റെ സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് അങ്ങോട്ട് പോകാൻ പ്ലാൻ ഇട്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇന്ന് കറക്റ്റ് സെറ്റാക്കിയിട്ട് പോകണമെന്ന് വിചാരിച്ചപ്പോൾ അതേ മഴ ചാറുന്നുണ്ട്. ഇപ്പോൾ കുറയുകയാണെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തായാലും ഒരു സൺഡേ വ്ളോഗ് ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും എഗെയിൻ ഒരു സ്വാഗതം കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ ഞങ്ങൾ പോവുകയാണെങ്കിൽ ഞാൻ തേജുട്ടൻ എനിക്കണുള്ളൂ കേട്ടോ, എനിക്കിട്ടില്ല, അവനെ എനിപ്പിക്കണം. അതുപോലെ ചേട്ടനും എനിക്കണം. ഞാൻ എൻ്റെ കാര്യങ്ങൾ കുളിന്തൊക്കെ കഴിച്ചു. എനിട്ടിട്ട് അത്ര നേരത്തെ ഒന്നും എനിട്ടിട്ടില്ല, 7 മണിക്കാണ് എനിറ്റേക്കുന്നതും. അടിച്ചൊരു തുടച്ച് കുളിന്തൊക്കെ കഴിച്ചു. അപ്പം ഇനി തേജപ്പനെ എനിക്ക് കുളിപ്പിക്കണം. എന്നിട്ട് മഴ കുറയാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ അന്ന് തേജുവിനെ കൊണ്ടുവരാൻ പോകണം പറഞ്ഞിട്ട് പെയ്തില്ലൊരു മഴ. നന്നായി പെയ്യണില്ല എന്നാൽ പെയ്യുന്നുണ്ടേന്, ആ ഒരു ലെവലിലാണ് പെയ്തുകൊണ്ട് നിൽക്കുന്നത്. അപ്പം പോവുകയാണെങ്കിൽ നമുക്ക് അപ്പം കാണാം. അപ്പം എന്തായാലും ഞാൻ തേജുവിനെ ഏൽപ്പിച്ചിട്ട് എന്താ പാട് നോക്കട്ടെ കേട്ടോ. ഒരാളെന്നെ വിളിച്ചു എനിക്കണില്ല കേട്ടോ. ഇല്ലല്ല ഞാൻ പോവാ. എനിക്ക് ഇപ്പോഴും മൂത്രമൊഴിക്കണ ഒരു ചെക്കൻ ഷീറ്റ് വിരിച്ചിട്ട് അത്രക്ക് എടുക്കുക ചെക്കൻ. എനിക്ക് ഗൈസ് ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കട്ടെ. അനാക്കൗണ്ടറെ കൈൻ്റെ ഇടയിൽ പെട്ടു. നീ എങ്ങനെ രക്ഷപ്പെടും തേജു? നീ തേജു പെട്ടു. എന്നാ കൈ പിടിക്കേ, എന്നാ വാ വാ എൻ്റെ കൈ പിടിക്കടാ, ഞാൻ വലിച്ച് രക്ഷിക്ക കുട്ടേട്ടാ. അയ്യോ എന്തോ പൊട്ടി സൗണ്ട് കേട്ട്. വാ വാ, തേജു പെട്ടു. വാ എനിട്ട് തേജുവാ. അമ്മ പുറപ്പെടട്ടെ, അമ്മ പുറപ്പെടട്ടെ. എന്നാ അച്ഛ കുളിപ്പിച്ചേരും. എന്നാ അച്ഛ കുളിപ്പിച്ചേരും, അച്ഛ കുളിപ്പിച്ചേരും. അമ്മ കുളിപ്പിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. ഇനി അച്ഛ കുളിപ്പിച്ചേരും. ഞാൻ പുറപ്പെടട്ടേട്ടാ. അപ്പൊ ഗൈസ് ഞാൻ പുറപ്പെടാൻ പോവാണ്. ഞാനിവിടെ പാവാട ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ദൂരിട്ട് മാറണം. അപ്പോൾ ഞാൻ പുറപ്പെടട്ടെ എന്തായാലും. എന്താണാവോ ഞാൻ തേജുവിന് ചൂടെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേ. ഈശ്വര തിളച്ച് പോയോ? അത് ഓഫായിട്ടുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ഓഫായി. അപ്പം അതായിട്ടുണ്ട് കേട്ടോ. ആ പൊന്തിക്കാൻ പറ്റണില്ലേ? ലോക്കായി. വേഗം പൊക്കെ കുളിക്കാൻ. വേഗം കയറിക്കോ. അപ്പൊ ഞാൻ തേജുവിനെ കുളിപ്പിക്കട്ടെ കേട്ടാ. ഇപ്പം എൻ്റെ കുളി കഴിഞ്ഞിട്ടുണ്ട്. ആ നീ പോയിട്ട് അതെടുത്തിട്ട് വാ മിഷേൻ്റെ മോളിൽ നിന്ന്. ഞാൻ അത് വിരിച്ചിരട്ടെ. അപ്പോൾ ഗൈസ് തേജപ്പൻ്റെ ഇറക്കുറേ ഇനി ഇത് അവന് പൗഡർ ഇടുക, പൗഡർ ഇടുക, അങ്ങനത്തെ ഡ്രസ്സിങ് അതുള്ളൂ. അപ്പോൾ അത് പോയിറങ്ങണ നേരത്തെ ചിരിക്കാറുള്ളൂ എൻ്റെ എല്ലാം കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ഇരുന്നോളും. ടീ വെച്ചോ, അവിടെ ഇരുന്നോളും. ഞാൻ പുറപ്പെട്ടേട്ടാ. ഇങ്ങോട്ടോ ഇതാണ് എൻ്റെ ഡ്രസ്സ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ ടോപ്പ് നമുക്ക് കൊളാബ് കിട്ടിയിട്ടുണ്ടായിരുന്ന സാരിയിലത്തെ ടോപ്പാണ്. അതൊരു പ്രിൻസസ് കട്ട് അടിച്ചേക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി പാവാട ഉണ്ടായിരുന്നു. ആ പാവാടയൊക്കെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എങ്ങനെയുണ്ട് ഗൈസ്? മേക്കപ്പ് സിമ്പിൾ. ഈ തേജപ്പൻ ഇവൻ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇരുന്ന് ചൊറിഞ്ഞ് ഓരോന്ന് പറയും. ആ കയറ്റി വെച്ചുതരാം.
തേജപ്പനെ വരെ ഞാൻ ഉരുക്കി ഒരാളിപ്പോഴും എന്താ പറയുക ഇപ്പോഴും ബാത്റൂമിൻ്റെ ഉള്ളിൽ വീണ്ടും കയറി ഇടക്കി കുത്തിയിട്ടുണ്ട്. അവന് ഇക്കിളായിട്ടാട്ടോ അവൻ മടക്കി കുത്തിയേക്കണ്. വേഗം വാ. പിന്നെ ഞാൻ എല്ലാം വേഗം തീർക്കും. എൻ്റെ പിന്നെ എല്ലാം വേഗം കഴിയും. 6 മണിക്ക് കേസ് ഞാൻ 7 മണിക്ക് എണീറ്റു. 7 മണിക്ക് എണീറ്റിട്ട് അടിച്ചോരി തുടച്ചു കുളിച്ചു. പിന്നെ ഞാൻ 10-20 മിനിറ്റ് കൊണ്ടിട്ടാ. 20 മിനിറ്റ് ഒന്നും ഇല്ലാട്ടാ, 5-10 മിനിറ്റ്. കാരണം സാരിയെല്ലാം എടുത്തേക്കണ പാവാടയാണ്. അപ്പൊ അധികം എന്നിട്ടിതാ എന്റെ കഴിഞ്ഞു. കണ്ട ഇവര് രണ്ടാളുമാണ് ഇങ്ങനെ നിക്കുക. തേജിയോ എന്നെ തന്തമാരടക്കുക. തേജിയോ എന്താ നോക്കണ മുണ്ട് മടക്കിട്ട്. തേജിയോ വായോ നമുക്ക് ചെരുപ്പ് എൻ്റെ ബാഗിലിട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങി അവസാന യുദ്ധത്തിന് ശേഷം. വെയിലടിക്കുന്ന മൊത്തക്ക് എൻ്റെ ഡ്രസ് നീ ഇറങ്ങിയപ്പോ ഇങ്ങോട്ട് കാട്ട്. നീ ഇറങ്ങിയപ്പോ വണ്ടി സ്റ്റാർട്ടായില്ലേ? അല്ലെങ്കിൽ ഈ പാട്ട വണ്ടി നാശടാ. അവനെ കയറ്റിക്ക് വന്നിട്ട് മതി. പോവാണ് ഞാനിത് വൺ സൈഡിൽ വിടാൻ പോകുന്നത്. പോസ്റ്റ് എൻ്റെ ഫോൺ കൊണ്ടുപോയിരുന്നു. അപ്പോൾ സംഭവത്തിലെത്തിയിട്ട് കാണാട്ടോ. അങ്ങനെ ഞങ്ങളത് അമ്പലത്തിലെത്തിയിട്ടോ. അത് പട്ടാമ്പി ഞാങ്ങാറ്റിലുള്ള ഭഗവതി ക്ഷേത്രത്തിലേക്കാട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടാണ് തോന്നുന്നു നല്ല തിരക്ക് പറഞ്ഞ അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇതേ ഇവിടുന്ന് നാളികേരം ഒക്കെ വാങ്ങാണ്ടായിരുന്നു കേട്ടോ വഴിപാടിന്. അപ്പോൾ ഇൻഷാട്ട് അതേ വണ്ടി വയ്ക്കാൻ സ്ഥലമില്ലേ, നമ്മൾ ഫ്രണ്ടിലേക്ക് കൊടുന്നു. എന്നിട്ട് ഇവിടെ ഇറക്കിയിട്ട് അങ്ങോട്ട് കുറച്ച് നീങ്ങിപ്പോയിട്ടൊക്കെയാണ് വണ്ടി വെച്ചത്. അത്രയും തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർ ദൂരത്തു നിന്നൊക്കെ വന്നിട്ടുണ്ട് തോന്നുന്നു. നമുക്കിവിടെ അടുത്ത് തന്നെയാണ്, വല്ലാണ്ട് ദൂരമൊന്നും അല്ല കേട്ടോ, ഇത്തിരി അടുത്ത് തന്നെയാണ്. അങ്ങനെ അതേ ഞങ്ങൾ അമ്പലത്തിക്ക് വേണ്ട മറ്റേ നാളികേരും സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ വഴിപാടിനുള്ള റെസീറ്റ് ഇതെവിടെ എഴുതണം. അങ്ങനെ ഞങ്ങളിതേ ക്യൂവിൽ നിൽക്കുക കേട്ടോ വഴിപാടിന് വേണ്ടിയിട്ട്. അത്രയും ക്യൂ ഉണ്ട്. വിൻഷേട്ടൻ ബാക്കിലാണ് നിൽക്കുന്നത്. അങ്ങനെ അമ്പലത്തിൻ്റെ ഉൾഭാഗമില്ലേ ഇതേ ആ കാണുന്ന ഒരു ഇത്, അവിടെ തൊഴുത് കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇപ്പുറത്ത് ഇതിങ്ങനെ റോഡ് പോകുന്നുണ്ട്. റോഡിൻ്റെ ഇപ്പുറത്തും ഒരു ഹനുമാൻ്റെ കുഞ്ഞൊരു കോവിൽ പോലെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക ടൈപ്പ് അമ്പലമാണ് ഇതിങ്ങനെ. അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്ന് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ അപ്പുറത്താണ് അമ്പലവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞാൽ കൂടെ റോഡ് ഒരു പ്രത്യേകത ഒരു ഇതാണ്. ഒരു പുഴ ഉണ്ട് കേട്ടോ ഈ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത്. അവിടെയാണ് ഇത് അമ്പലമാണ് കണ്ടോ, നല്ല രസം അവിടെ തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് ഹനുമാൻ്റെ ഇതാണ്, ഹനുമാൻ്റെ ക്ഷേത്രമാണ്. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഇതൊരു ചെറിയ പുഴയാട്ടോ. അപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്നിട്ട് അവിടേക്ക് ഇറങ്ങിയപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഡേഞ്ചർ പോലെ അല്ലേ, പക്ഷെ ഇവിടെ വൃത്തിയില്ല. എവിടെ ആണോ ഇവിടെ ഗൈസ്, ഇവിടെ ആൾക്കാർ വരുമോ? ഇവിടെ ഒരു അങ്ങനെ നോക്കി കാണില്ല. വേണ്ട നമുക്ക് അങ്ങോട്ട് പോടാ. ഇതിനെ ആണോ? ഞാനിത് സൂം ചെയ്യട്ടെ. നല്ല രസമാട്ടോ ഇവിടെ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടില്ല, നമ്മൾ അപ്പുറത്തിറങ്ങിയായിരുന്നു. തേജു മുണ്ട് നോക്ക്, തേജു നോക്കട്ടെ മുണ്ട് ഇങ്ങോട്ട് തരുന്നേ നോക്ക് മുണ്ട്. തേജിന് മുണ്ട് അടിയിൽ ഒരയുക നിലത്ത് കിടന്ന് അടിക്കുമ്പോൾ ചളിയാവുകയെന്ന് പറഞ്ഞിട്ട് കയറ്റി കൊടുത്തേക്കുക. ഇവിടെ ആകെ വൃത്തികേടായില്ലേ, എന്ത് വൃത്തിയുള്ള സ്ഥലമായിരുന്നു ഗൈസ്. ഇവിടെ ഒക്കെ വൃത്തികേടായിപ്പോൾ കണ്ട വേസ്റ്റൊക്കെ. മറ്റേത് ഈ കുളത്തിലൊക്കെ വന്ന് കാലൊക്കെ കഴുകി പോയിരുന്നു. അവിടെ തൊടണ്ട കുളല്ല, എന്താ പറയുന്നതിന്, ഇതാണോ ഭാരതപ്പുഴ? പട്ടാമ്പി പുഴ ഇത് പട്ടാമ്പിക്കുള്ള വെള്ളല്ലേ? തുടങ്ങി തത്വങ്ങൾ. അപ്പൊ ഗൈസ് ഇത് കുളല്ല, കുളല്ലേക്ക് വായയിൽ പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ കുളന്നാ വന്നത്.
നല്ല രസമാണ് ഇവിടെ. തേജ് തൊയിലില്ല, പായസം 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 എന്ന് പറഞ്ഞിട്ട് തേജ് പായസം കഴിക്കാൻ വേണ്ടി വരുന്ന ആളാണ് തേജ്. നല്ല രസമുള്ള പായസമാണ്. അതിൻ്റെ വായിൽ കുത്തി നിറയ്ക്കല്ലേ, ഒരു മസാല ദോശ കഴിക്കണം പറഞ്ഞു പോകുമ്പോൾ അല്ല തേജോ? കാണാല്ലേ കുറച്ച് പേരൊക്കെ ഇറങ്ങുന്നത് കാണാനുള്ളൂ. ഇപ്പോൾ പിന്നെ നല്ല വഴുക്കലുണ്ടാവും, മഴ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ റിസ്ക് എടുക്കണില്ല, നോക്കണുള്ളൂ. ഏതെങ്കിലും ഒന്ന് കാട്ട് കഴിയും. ഇതിലെന്താണ് എൻ്റെ ദേവി? എന്റെ ബേഗ് തേജുവിന്റെ മുണ്ട് മടക്കി കാണുമ്പോഴാണ് വിറ്റ്. എവിടെ പോയിട്ട് വെള്ളത്തിലാ? അപ്പൊ നമ്മള് മറ്റേ തേങ്ങ ഉടച്ച് മുട്ട ഇറക്കില്ലേ, അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം, ഇപ്പൊ സമയമൊക്കെ ഏകദേശം 11 മണി ആവാറായി ഉണ്ടാവും. ഇവിടെ 11 മണി 11:30 വരെയൊക്കെ ഉണ്ട് ഈ ഒരു ഇത് കാരണം. അപ്പൊ നമ്മൾ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. തേങ്ങ വീട്ടിൽ കൊണ്ടുപോകാം. പിന്നെ ഇതാറായി തന്നെയല്ലേ അത് നല്ല രസമുണ്ട്. ഒരാളെ ഇറങ്ങില്ലേ, ആരൊക്കെ ഇറങ്ങണുള്ളൂ. ഇങ്ങോട്ട് ലേഡീസ് കൂടുതൽ പോകുന്നു കേട്ടോ. അല്ല വേണ്ട, പോവാം, വീട്ടിൽ പോവാം. ചേച്ചി പതുക്കെ പതുക്കെ വീഴും. കുട്ടിക്ക് കൊടുക്കാണ്ടൊക്കെ കുട്ടിയെന്നെ തന്നു, ഞാനില്ല. ഇനിയാണോ കഴിഞ്ഞിട്ടോ? പിന്നെ ഞങ്ങൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റീലൊക്കെ എടുത്തു കേട്ടോ. ഞാനും തേജും കൂടി നടക്കണത്. ചേട്ടെടുത്തന്നു ഞങ്ങൾക്ക്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എടുക്കാൻ കുറേ നോക്കി, പക്ഷെ തേജപ്പം സമ്മതിക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ഒപ്പം വന്ന് നടക്കുകയാണ്. അങ്ങനെ എന്തായാലും അവനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്തു. പിന്നെ അതുപോലെ തന്നെ ചേട്ടൻ്റെ വീഡിയോസും ഞാൻ എടുത്തു കൊടുത്തു. എനിക്ക് ചേട്ടൻ എടുത്തു, ചേട്ടനെ ഞാൻ എടുത്തു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരസ്പര ധാരണയോടെ വീഡിയോസൊക്കെ എടുത്തിട്ട് പോന്നു. ചേട്ടൻ്റെ കൂടെ നടക്കുമ്പോൾ തേജ് കരയുക. തേജ് പിന്നെ എൻ്റെ ഒപ്പം നടക്കാനും ഇഷ്ടം. ഇതൊക്കെ ഞാനതേ ഇത് അവരുടെ വീഡിയോ ആയിട്ടത്. ലാസ്റ്റ് ഇതേപോലെ വണ്ടി എടുക്കാൻ പോട്ടെ, നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചിലപ്പോൾ എടുത്തു. എനിക്ക് കൂടുതലിഷ്ടം ഇവരെ ബുള്ളറ്റുമ്മ തേജുവിനായിരുത്തിയിട്ടുള്ള വീഡിയോസൊക്കെ എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ അതേ ഞങ്ങൾ തൊഴുതു, ഫുൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, നന്നായി പ്രാർത്ഥിച്ചു, എല്ലാം ഇതാക്കി നമ്മളിതേ വീട്ടിലേക്ക് പോവാനുള്ള പരിപാടി നോക്കുകയാണ് ഇനി. ഇതോട്ടോ, ഇതാണ് അമ്പലം വരുന്നത്. ഞങ്ങളിനി പോവാണ്, വീട്ടിൽ പോവാൻ നോക്കുകയാണ്. കയറിയിട്ടാ കയറുന്നുണ്ട്, ഞാൻ കയറാ. അപ്പോൾ ഗൈസ് ഞാൻ കയറാൻ പോവാ കേട്ടോ. അവിടെ പിന്നെ അമ്പലമായി. ഇവിടെ ഇതാണ് നമ്മുടെ തേജുവിൻ്റെ സ്കൂളും. തേജുവിൻ്റെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതാട്ടോ തേജുവിൻ്റെ സ്കൂള്. ഇതാണ് തേജുവിൻ്റെ സ്കൂള്. നേരെ പോയിട്ട് അവിടെ ഇറങ്ങി അമ്പലമായി. തേജു ആദ്യമായിട്ട് ഈ അമ്പലം കാണുന്നത്. അവൻ കണ്ടിട്ടുണ്ട്, അമ്പലം ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്പോഴാണ് അവന് ബോധം വന്നല്ലോ, അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അവന് ഇപ്പോഴാണ് മനസ്സിലായത് ഇതാണ് അമ്പലം, ഇത് സ്കൂളെന്നൊക്കെ അടുത്ത്. നമ്മൾ മുന്നേ വന്നിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അവന് അറിഞ്ഞിട്ടില്ല. പിന്നെ ഒരു വഴി തേജുവിൻ്റെ സ്കൂളിലേക്ക് വണ്ടി പോകുന്ന വഴി ഈ വഴിയാണ്. ഈ വഴി നേരെ പോയാൽ അവരുടെ വണ്ടി പാർക്കിംഗ് ഒക്കെ അവിടെ വരിക. അങ്ങനെ അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വെച്ചിട്ടാണ് പോകുന്നത്. മസാല ദോശ കഴിക്കണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ പോകുന്നത്. ദോശ നോക്കി നോക്കി നമ്മുടെ പട്ടാമ്പി എത്തിയിട്ടോ. ഈ പുഴയാണ്, ഈ പുഴയുടെ ബാക്കി പകുതി അങ്ങനെ അങ്ങോട്ട് പോണതാണ് നമ്മൾ അമ്പലത്തിൽ കണ്ട പുഴ. ഇതേ സെയിം അങ്ങനെ പോണതാണ് നമ്മുടെ ഭാരതപ്പുഴയില്ലേ, അതാണ് ഞാൻ പറയുമ്പോൾ പട്ടാമ്പി പുഴ കേട്ടോ. നമ്മൾ പട്ടാമ്പി എത്തിയിട്ടുണ്ട്. ഇടയായിട്ട് പട്ടാമ്പി ഞാനിങ്ങനെ പട്ടാമ്പി പോക്ക് ഞാൻ കുറവാണ്, ഭയങ്കര കുറവാണ് പട്ടാമ്പി പോക്ക്, എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറിയതിന് ശേഷം പട്ടാമ്പി ഒന്ന് പരിചയമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എവിടെ നിന്നാണ് തോന്നുന്നു മസാല ദോശ. അയ്യോ ഞാൻ ഇറങ്ങാം. ഇതിവിടെയാണ് നമ്മൾ കയറാൻ പോണ്. ഇവിടെ നല്ല ചൂട് മസാല ദോശയൊക്കെ ഉണ്ട്. ഇത്ര ഇതാ പട്ടാമ്പി സെൻറ്റർ എത്തി. ഇതാണ് പട്ടാമ്പി ടെമ്പിൾ, പട്ടാമ്പി പുഴ അവിടെ. ഇത് ഗുരുവായൂർ അമ്പലം. നിങ്ങളുടെ ഒരു ദിവസം വരണം. ആണോ? അതാ ചോദിച്ചോ, നമ്മളിങ്ങോട്ട് വന്നിട്ടില്ല, നമ്മളിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്.
അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറ്റാട്ടോ. കയറി ഇരുന്നുണ്ട്. നല്ല തിരക്ക് ഉണ്ട്. കുറച്ച് നേരം നിന്നിട്ട് സീറ്റ് അപ്പോൾ ഞങ്ങൾ മസാല ദോശ കഴിക്കാൻ പോവാണ്. കഴിക്കൊന്നുമില്ല, വെറുതെ കാട്ട് കഴിക്കൊന്നുമില്ല. വേണമെന്ന് പറയും വാങ്ങും. ഞാൻ തന്നെ കഴിച്ച് തീർക്കണം. ഞാനിപ്പോൾ എന്തായാലും ഫുഡ് അടി സ്റ്റാർട്ട് ചെയ്തു. ഡേറ്റിംഗ് ഒക്കെ നിർത്താൻ പോവുക. വെറുതെ കഷ്ടപ്പെട്ട് ഫുഡ് അടി കുറയ്ക്കുക, തടിയൊന്നും കുറയുന്നില്ല. വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. ഫുഡ് കഴിച്ചിട്ട് എക്സസൈസ് എടുക്കുക. കഴിക്കാൻ പറ്റില്ല, കാരണം നല്ല തിരക്കാണ്. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ട്. തേജുവിൻ്റെ ഒക്കെ കൺട്രോൾ പോയിട്ടിരിക്കണം കേട്ടോ. നല്ല തിരക്കുണ്ട്. ഇവിടെ പുറത്ത് ആൾക്കാർ ക്യൂ പോലെ നിൽക്കുക. അപ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. വേഗം കഴിച്ചിറങ്ങിട്ട് നല്ല ടേസ്റ്റുള്ള സാധനം പുറത്ത് പറയുന്നുണ്ട്. വിൻഷേട്ടാ പറയുന്നത് സ്പെഷ്യലാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കഴിക്കട്ടെ. കിട്ടുമോ? അപ്പോൾ ഗൈസ് മസാല ദോശ വന്നോട്ടെ ഞങ്ങൾ കഴിക്കാൻ പോവാ. കൺട്രോൾ പോയി. തേജു കഴിക്കാൻ പോവാട്ടാ. കഴിച്ചോ? കുട്ടി പോസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഞാൻ എടുക്കുന്നുണ്ട്. കഴിച്ചോ? കാപ്പി എൻ്റെ കഴിച്ചു കഴിഞ്ഞോട്ടാ. ചട്നി കഴിഞ്ഞിട്ട് എനിക്ക് ചായ നല്ല ചൂടപ്പം ഞാൻ വെച്ചു. തേജപ്പൻ്റെ കഴിഞ്ഞിട്ടില്ല. അയ്യേ തേജ് തോറ്റു. ഞാൻ നിങ്ങൾ ജയിച്ചു. തേജ് തോറ്റു, ഞങ്ങൾ ജയിച്ചു. ഞങ്ങളുടെ കഴിഞ്ഞു. നാളെ കെട്ട് കുട്ടി. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞാൽ പോകാൻ നോക്കുള്ളൂ കേട്ടോ വീട്ടിൽ. വണ്ടിമ്മ കയറി. അപ്പോൾ വിൻഷേട്ടൻ എപ്പോഴത്തെയും പോലെ ലോട്ടറി എടുത്തു. വിൻഷേട്ടൻ 2 തരത്തിലാണ് ലോട്ടറി എടുക്കുക. അതായത് ഒന്ന് അവരെ കണ്ട് സാധാരണ തോന്നിയത് വയസ്സായവരൊക്കെ ലോട്ടറി എടുക്കാൻ നടക്കുമ്പോൾ അങ്ങനെ എടുക്കും. പിന്നെ ഒന്ന് ലോട്ടറി അടിക്കാൻ വേണ്ടി കൊടുക്കും. ഇങ്ങനെയാണ് വിൻഷേട്ടൻ ലോട്ടറി എടുക്കാറ്. അല്ലേ ചേച്ചിയോ? ഫുഡ് കഴിച്ചു പോവാണേ. ഇതാണ് തേജുൻ്റെ പോയ ഇവിടെ എത്തിയതും അടിപൊളി മഴ. ദൈവം കാത്തു. ഞങ്ങൾ പോകുമ്പോഴും മഴ പെയ്തില്ല, വരുമ്പോഴും പെയ്തില്ല. വീടെത്തിയതിന് ശേഷമായിട്ടാ മഴ പെയ്ത്. നമുക്ക് ഗൈസ് ഞാൻ ചവിട്ടി വാങ്ങിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. വരുമ്പോൾ അവിടെ റോഡ് സൈഡ് നിൽക്കില്ലേ, എന്താ പറയുക, കരടാ തേച്ചിട്ട് ചാവി എടുക്കടാ വാതിലുമെന്ന്. നമ്മുടെ എന്താ പറയുക റോഡ് സൈഡിൽ കൊടുക്കില്ലേ, അവിടുന്ന് വാങ്ങിയ ചവിട്ടിയ. നല്ല ലാഭമുണ്ട്. 100 രൂപയ്ക്ക് 4 100 രൂപയ്ക്ക് 2 അങ്ങനെ. ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ക്ഷീണം. വയറ് ഫുള്ള് നിറഞ്ഞു. നമ്മുടെ മസാല ദോശ നിൻ്റെ നിറഞ്ഞോ? ഫുള്ള് നിറഞ്ഞു. അത് പൊളിക്കാൻ വരട്ടെ. നമുക്ക് ചവിട്ടി കാണിക്കാമായിരുന്നു. അപ്പം ഇതാണ് ഗൈസ് ചവിട്ടിട്ടോ. കേട്ടോട്ടെ. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിക്കുന്നു. ഇതെത്ര എന്താ 1 സ്ക്വയർ ഫീറ്റിന് 50 രൂപ അങ്ങനെ. ഞാൻ ജസ്റ്റ് ട്രെയിൽ വാങ്ങി നോക്കിയതാട്ടോ. ഇവിടെ ജസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു വെറും ഷോ അതിന് വേണ്ടിയിട്ടോ. അപ്പം നല്ല രസമല്ലേ? രസമല്ലേ? ഇത് എത്ര 4 സ്ക്വയർ ഫീറ്റാണ് ആയിട്ടിട്ടോ 200 രൂപയ്ക്ക്. ഇത്രയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പക്ഷെ ഇവിടെ ഫുള്ള് വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ മുട്ടിയിട്ടേ ഇതുവരെ ഇങ്ങനെ കിടക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത്രേ കിട്ടിയുള്ളൂ. ഇറ്റ്സ് ഓക്കെ. ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ സെറ്റായി. പിന്നെ ഇത് നോർമൽ കേട്ടോ. ഞാൻ ചവിട്ടികൾ കുറേ കഴുകിയിട്ടില്ല, അങ്ങനെ കിടക്കുന്നുണ്ട്. മാറ്റിയിടാൻ മഴ കാരണം നമുക്ക് മാറ്റിയിടണമല്ലോ. അപ്പോൾ മാറ്റിയിടാൻ ചവിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടു. ഇപ്പം ഇന്നെന്തായാലും കഴുകാം. ഇത് മാറണം. പിന്നെ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോൾ ചിലപ്പോൾ കറണ്ട് പോകും. അപ്പോൾ ഞാനൊന്ന് ചാർജ് ചെയ്യാൻ വെക്കട്ടെ ഫോണ്. അപ്പോൾ എന്തായാലും ഡ്രസ്സ് മാറിയിട്ട് ഒന്ന് ഇതാക്കിയിട്ട് വരാം കേട്ടോ. ബൈ. നമ്മുടെ എന്താ പറയുക ചവിട്ടികളൊക്കെ എടുത്തു. അപ്പം മറ്റേ നമ്മുടെ കർക്കിടക സംക്രാന്തി ക്ലീനിങ്. അപ്പോൾ ചവിട്ടി പരിപാടി അങ്ങോട്ട് കഴിഞ്ഞാൽ ചവിട്ടി പുതിയത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നനച്ചിട്ടാൽ നമുക്ക് ഉണ്ടായിരിക്കില്ല പിന്നെ ഇടാൻ. ഉണങ്ങേണ്ട ഒരു മഴ കാരണം ആകെ പെട്ടിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഞാൻ ചവിട്ടി വാങ്ങണം വിചാരിച്ച് നടക്കണു. കറക്റ്റ് സമയത്ത് അവിടെ എത്തിയപ്പോൾ ചവിട്ടി വേഗം ഇറങ്ങി വാങ്ങി. ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഞാൻ ചവിട്ടികളൊക്കെ സെറ്റ് ചെയ്തിട്ടു.
കഴുകാനുള്ളത് ഇത് എവിടെ, അതൊന്ന് സോപ്പ് പൊടിയിൽ മുക്കി വെക്കണം. പിന്നെ ഞങ്ങൾ പോയപ്പെട്ട ഡ്രസ്സ് ഇതൊക്കെ കഴുകണം. ആദ്യം സുഖമായിരുന്നു വീട്ടിലാവുമ്പോൾ കേട്ടോ, ചേട്ടനോടെ ആകുമ്പോൾ പിന്നെ നമ്മൾ കഴുകണമല്ലോ. പക്ഷെ വീട്ടിലാവുമ്പോൾ ചെല്ലുക അങ്ങോട്ട് ഊരിടുക, ഒക്കെ ഊരിടുക, അമ്മ കഴുകി തന്നിടുന്നു. അപ്പോൾ നമ്മൾ തന്നെ കഴുകണമല്ലോ. അപ്പോൾ ഞാൻ അതും മുക്കി വയ്ക്കണം. എന്നിട്ട് മഴ അനുസരിച്ചിട്ട് വേണം കല്ലുമ്മ പോയി കഴുകണമെങ്കിൽ. അപ്പോൾ മഴ കുറഞ്ഞില്ല. അപ്പോൾ എന്തായാലും സോപ്പ് പൊടിയിൽ മുക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ചവിട്ടികളുടെ കോലം. നമ്മുടെ ചവിട്ടി നമ്മൾ യൂസ് ചെയ്തിടുന്നു കേട്ടോ. ഇതാ ഇതൊക്കെ ബാത്റൂമിൻ്റെ അവിടെ ഇട്ടിരുന്ന ചവിട്ടി. ഈ സാധനം ഞാൻ ഇവിടെ ഇട്ടിരുന്ന കേട്ടോ, ഇവിടെ. അത് ഇപ്പോൾ ഇതിട്ടു. പിന്നെ അതെ ഇതൊക്കെ ഇനി കഴുകണം. ഇതന്നെയുള്ളൂ. പിന്നെ ഞാൻ 2 ചവിട്ടി ഞാൻ എടുത്തിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ വാങ്ങിയ ചവിട്ടിയാണ് ഇട്ടേക്കണത്. ഇത് മറ്റേ ചവിട്ടി ഞാൻ അവിടെ ഇട്ടു. പിന്നെ ഈ ചവിട്ടി എടുത്തിട്ടില്ല, കാരണം ഈ ചവിട്ടി നമ്മൾ വെറുതെ ഒരു ഷോക്ക് ഇട്ട ചവിട്ടി കേട്ടോ. അതിലിപ്പോൾ അങ്ങനെ ചവിട്ടില്ലൊന്നുമില്ല, ആരും പിതിയാനെ കയറുന്നില്ല. ഞങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൂടെ വിൻചാട്ടോ, അത് കൂടെ തേജു ഇതിലേത് കൂടെ ഇങ്ങനെ കയറുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടില്ല. ബാത്റൂമിന് ചവിട്ടിയിലൊക്കെ നല്ല ചളിയാണതാ. അപ്പോൾ അതെ ഇതെടുത്തിട്ടുണ്ട്. മറ്റേ റൂമിലും അതെ സെയിം ചവിട്ടിനെ ഇട്ടിട്ടേക്കാണ് ഞാൻ. ഇതന്നെ സെയിം ചവിട്ടി ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടേക്കും ചവിട്ടി മാറ്റി. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ എന്താ വർക്ക് ഏരിയയിൽ വർക്ക് ഏരിയയിലല്ല, കിച്ചണിൻ്റെ അവിടേക്കിത് ചവിട്ടി മാറ്റിയത് അതിട്ടു. അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ ഞാനൊന്ന് വാഷ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ സോപ്പ് മുക്കി വെച്ചിട്ട് പിന്നെ അവിടെ ഇരിക്കും. വീഡിയോസ് എടുത്തിട്ടുണ്ട് കുറച്ച്, അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യണം, സെറ്റാക്കണം, ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഫുഡ് ഇൻഷാട്ടൻ വെക്കണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ പോകുമ്പോൾ 8-9 മണി നമ്മൾ പോയത്. പക്ഷെ നല്ല തിരക്ക് പറഞ്ഞു, അമ്മാതിരി തിരക്ക്. ഇത്രയും തിരക്കുണ്ടായിരുന്നു. ദൂരത്തു നിന്നൊക്കെ ആൾക്കാരുണ്ടായിരുന്നു തോന്നുന്നു. കമ്മലിട്ടിട്ടില്ല, കമ്മൽ ഇടണം. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ക്യൂവിലൊക്കെ നിന്നിട്ടാണ് നമുക്ക് മുട്ട ഇറക്കാൻ പോലും പറ്റിയത്. അപ്പോൾ അത്രയും തിരക്കുള്ളതുകൊണ്ട് ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ സമയം 12:30 കേട്ടോ. 11:15 നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ നമ്മൾ ചായ കുടിക്കാനൊക്കെ കയറി അങ്ങനെല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എന്തായാലും വിശക്കണില്ല. അപ്പോൾ ഫുഡ് എന്തായാലും വിശക്കുകയാണെങ്കിൽ അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ വാങ്ങാച്ചിട്ടാണ്. പിന്നെ രാത്രിക്ക് പിന്നെ ചപ്പാത്തി എന്തെങ്കിലും സെറ്റ് ചെയ്യാമല്ലോ. അപ്പം അങ്ങനെ അപ്പോൾ ഞാൻ ഈ പണിയിലേക്ക് കിടക്കുകയാണ്. ഇത് മുക്കി വെച്ചിട്ട് കുറച്ചേരം പോയിരിക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ആ പണിയിലേക്ക് കിടക്കും. അപ്പോൾ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട്. ഇതാ കേട്ടോ, ഞാൻ സോപ്പ് പൊടിയിൽ മുക്കുമ്പോൾ അങ്ങനെ മുക്കി വയ്ക്കും, തുണി കാണാത്ത രീതിയിൽ. അങ്ങനെ മുക്കി വെച്ചു. ഇനി ഒന്നിരിക്കട്ടെ, ഇനി കുറച്ച് നേരം ഇരിക്കണം. പിന്നെ കരട് കുറച്ച് കാണാണ്ട് ഞാൻ എന്നെ പുറപ്പെട്ട് പോയി എൻ്റെ മുടിയും ചെറിയ പൊടി കരടുള്ളൂ. അപ്പോൾ അതൊന്ന് അടിച്ചിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കട്ടെ. കുറച്ച് നേരം കിടന്നു. ഇപ്പോൾ സമയം എത്ര, 2 മണിയാ? 2 മണി ആവാറായിട്ടുണ്ട്. അപ്പോൾ വിൻചാടൻ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോവുകയാണ്. നല്ല മണം വരുന്നുണ്ട്. കാണിച്ചാൽ എന്താ വെറും റൈസാ? ദിസ് ഇസ് റൈസ്, ബീഫ് ബിരിയാണി, പൊറോട്ട, ചിക്കൻ ഫ്രൈ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ഞാൻ വെറുതെ അമ്പലത്തിൽ പോണ വ്ളോഗ് എടുത്ത്, അമ്പലത്തിൽ പോയി വന്നിട്ട് നമ്മളിവിടെ എത്തിയിട്ടാട്ടോ കഴിച്ചേക്കണേ. ഓക്കെ ഗൈസ്, ഞാൻ വീഡിയോ കണ്ടെത്തിയാണ്. പ്രത്യേകിച്ച് ഇനി വീഡിയോസ് ഒന്നും ഇല്ല. ഇനി ഞാൻ കുറച്ച് നേരം ഇവിടെ കളിയാണ്. തേജു കളിക്കുകയാണ്. ഈ അടി കളി തന്നെ ആയിരിക്കും. അങ്ങനെ 4 മണി 4 വരെ അങ്ങനെ കിടക്കും കളിച്ചിട്ട്. അപ്പം എല്ലാവർക്കും ബായ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്. ഇതിവിടെ ഇങ്ങനെ കളിക്കും ഗൈസ്, ഇവർക്ക് തന്നെയാണ് പണി. അപ്പോൾ എല്ലാവർക്കും ബായ് ബായ്. കരഞ്ഞു പേജ് കരഞ്ഞാ കടിച്ചാ കുട്ടി മിണ്ടണ്ട, കുട്ടി ഉറങ്ങിക്കോ, അതിനോട് മിണ്ടണ്ട.